ഒരു സാധാരണക്കാരനെ എപ്പോഴും ഡൗട്ടുള്ള കാര്യമാണ്. നമ്മളൊക്കെ ചെയ്യുന്നതാണ്. നമ്മളൊരു തൊണ്ടവേദന വരുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ജലദോഷം വരുമ്പോൾ അപ്പോൾ നമ്മൾ വിക്സോ ടൈഗർ ബാമോ അല്ലെങ്കിൽ നമ്മളൊരു ഇൻഹേലറോ ഉപയോഗിക്കും. ഇത് ദീർഘനാളത്തെ ഇത്തരം ഉപയോഗം നമ്മളുടെ ആരോഗ്യത്തിന് വളരെയധികം മോശമായിട്ട് ഭവിക്കാൻ ചാൻസ് ഉണ്ടോ? നമ്മൾ ഇൻഹേലേഴ്സ് നമ്മൾ ഈ വിക്സ് ഇൻഹേലർ അതുപോലത്തെ സാധനങ്ങൾ, മെന്തോൾ എന്നുള്ള സാധനം, അതൊരു നമ്മളൊരു ആർട്ടിഫിഷ്യലി നമുക്കൊരു ടെമ്പററി കിട്ടുന്ന ഒരു മൂക്ക് തുറക്കുന്ന ഒരു സാധനം കിട്ടുന്നതേ ഉള്ളൂ. അതൊരു പെർമനൻറ്റ് റിലീഫല്ല. പക്ഷേ അത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോഴത്തേക്ക് നമ്മളെ മൂക്കിൻ്റെ അകത്ത് വളരെ ചെറിയ മുടികളുണ്ട്. ഈ മുടികളുടെ ജോലിയാണ് നമ്മളെ മൂക്കിൽ വന്ന നമുക്ക് വേണ്ടാത്ത സാധനം വെളിക്കളയാനുള്ളത്. മുടികൾ പറഞ്ഞാൽ നമ്മളെ താടി പോലത്തെ പോലത്തെ മുടിയല്ല, മൈക്രോ മുടികളാണ്. അത് അതിന് വൈബ്രേറ്റ് ചെയ്യുന്ന സീ ലെവൽ വൈബ്രേറ്റ് ചെയ്യുന്ന മുടികളാണ്. ആ വൈബ്രേറ്റ് ചെയ്യുന്ന സാധനമാണ് അതിനെ വെളിക്കളയുന്നത്. ആ മുടികൾ ഡാമേജ് ആയി പോകും. അപ്പം നമ്മളെ നാച്ചുറൽ മെക്കാനിസം ഡാമേജ് ആവും. നമ്മൾ അതുപോലൊരു സംഭവമുണ്ട്. ഈ സ്മെല്ലുള്ള സാധനം പോലെ തന്നെയാണ് നമ്മൾ ആവിയും. നമ്മളെന്നും ആവി പിടിക്കുന്ന ശീലം ഉണ്ടല്ലോ. ആവി പിടിക്കുന്ന ശീലം ഒരു പരിധി വരെ പാടുള്ളൂ. നമ്മൾ ഒരുപാട് ചൂടായിട്ട് ആവി മൂക്കിലോട്ട് വലിച്ചു കയറി കഴിഞ്ഞാൽ അവിടെയും ഈ സാധനങ്ങൾക്ക് ഡാമേജ് വരാനുള്ള സാധ്യത കൂടുതലാണ്, ഈ എപ്പിത്തീലിയം സാധനങ്ങൾക്ക്. അതുപോലെ തന്നെ നമ്മളൊരു ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് തുമ്മലുള്ള ആവി പിടിക്കാം, പക്ഷേ ഒരു ഇൻഫെക്ഷനാണ്, സൈനസൈറ്റിസ് ആണ്. അവിടെ സൈനസ് ബ്ലോക്കുള്ള സമയത്ത് ആവി പിടിച്ചാൽ ആ നീര് കൂടുകയാണ് ചെയ്യുന്നത്, അത് കുറേയല്ല ചെയ്യുന്നത്. അപ്പം എല്ലാ കണ്ടീഷനിലും പോയി ആവി പിടിക്കുന്ന നല്ലതല്ല. നമ്മളിപ്പോൾ എന്തുകൊണ്ട് തുമ്മുന്ന ഒരാൾ ബേസിക്കലി നമ്മൾ എവല്യൂഷൻ എടുത്ത ഒരു 400 ബില്യൺ ഇയേഴ്സ് മുമ്പെയാണ് എവല്യൂഷനിൽ നമ്മൾ ഈ കടലിലെ ജീവികളൊക്കെ ഉണ്ടായത്. ആദ്യം ജീവികളെല്ലാം കടലില്ല, ചെടികളായാലും മൃഗങ്ങളായാലും എല്ലാം കടലിലേ ഉള്ളൂ, കരയിലില്ല. കടലിൽ ജീവിക്കുമ്പം വായു മാത്രമേ ഉള്ളൂ, മീൻ മൂക്കില്ല, ബേസിക്കലി വലിയ മൂക്കില്ല, സ്മെല്ലറി റിസപ്റ്ററേ ഉള്ളൂ. മൂക്കിൽ കൂടെ അല്ല ശ്വാസപ്പെടുത്തുന്നത്, വായിൽ കൂടെയാണ്. വായിൽ കൂടെ തന്നെ ഭക്ഷണവും കഴിയും, വായിൽ കൂടെ തന്നെ ശ്വസിക്കുകയും ചെയ്യുന്നത്. ശ്വസിക്കുമ്പോൾ ഗിൽസ് വഴി പോകുമ്പോൾ ഗിൽസാണ് റെസ്പിറേറ്റ് ചെയ്യുന്നത്. അത് വെളിയിലോട്ട് ഇറങ്ങിയപ്പം വെളിയിൽ മണം അറിയാൻ വേണ്ടി മൂക്ക് ഡെവലപ്പ് ചെയ്ത് വന്നു. പിന്നെ തൊലിയിൽ നിന്നും റെസ്പിറേഷൻ വന്നു, പിന്നെ മൂക്കിൽ നിന്ന് റെസ്പിറേഷൻ വന്നു. ചെറിയ ആനിമൽസ്, എവല്യൂഷനിലെ ചെറിയ ആനിമൽസിലൊക്കെ മൂക്ക് അടയ്ക്കാനുള്ള മെക്കാനിസം ഓട്ടോമാറ്റിക്കലി ഉണ്ട്. മൂക്കിങ്ങനെ അടയ്ക്കാം സ്വന്തമായിട്ട്. അപ്പോൾ എന്തെങ്കിലും ഫോറിൻ സാധനം വന്നാൽ അത് മൂക്കടച്ച് അതിനെ ബ്ലോക്ക് ചെയ്യുമായിരുന്നു. പക്ഷേ അത് ഒരു കുറച്ചുകൂടെ വലിയ ആനിമൽസ്, എയ്പ്സ്, വലിയ ഹെർബിവറസ് ആനിമൽസ്, അതിനൊക്കെ മൂക്ക് അടയ്ക്കാൻ ഫുൾ ടൈം തുറന്നിരിക്കും. ഫുൾ ടൈം തുറന്നിരിക്കുമ്പോൾ എന്താ പറ്റുന്നത്, നമുക്ക് ഈ സാധനങ്ങൾ പോകുമ്പോൾ സാധനം ചെറിയ സാധനം കയറിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും, തുമ്മണം. തുമ്മിയാണ് അത് വെളിക്കളയുന്നത്. സോ തുമ്മൽ ഈസ് എ ഡിഫൻസ് മെക്കാനിസം. അത് തുമ്മി വെളിക്കളയുന്നത് ഡിഫൻസ് മെക്കാനിസമാണ്. അപ്പോൾ ചിലപ്പോൾ ഒരു തുമ്മലിൽ പോവും, ചിലപ്പോൾ കുറേ തുമ്മേണ്ടി വരും. തുമ്മൽ ബേസിക്കലി ഡിഫൻസ് മെക്കാനിസമാണ്. അതൊരു പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. മനുഷ്യനെ സംബന്ധിച്ച് പ്രൊട്ടക്റ്റീവ് മെക്കാനിസമാണ്. ഇതുപോലെ തന്നെ ഈ നമ്മൾ ഇയർ ഡ്രോപ്സ് യൂസ് ചെയ്യുന്നത് ആളുകളെ പറഞ്ഞപ്പോഴേ ചൊറിയുന്നു. ഇയർ ഡ്രോപ്സ് യൂസ് ചെയ്യുന്ന ആളുകളെ ഞാൻ കണ്ടത് നെയ്സൽ സ്പ്രേസ് യൂസ് ചെയ്യാറുണ്ട്. ഇതും ഈ പറഞ്ഞ കുറേ നാൾ ഉപയോഗിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ദോഷമായിട്ട് നമ്മുടെ ബോഡിക്കോ ആരോഗ്യത്തിനോ ബാധിക്കുമോ? ഈ നെയ്സൽ സ്പ്രേസ് എന്ന് പറയുമ്പം പലതരം നെയ്സൽ സ്പ്രേസും. നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മൂക്ക് തുറക്കാൻ ആ മൂക്കടപ്പ് മാത്രമുള്ളപ്പോൾ ഉപയോഗിക്കുന്ന സ്പ്രേസ് ഉണ്ട്, ഡീകൺജസ്റ്റൻ സ്പ്രേസ് എന്ന് പറയും. രണ്ടാമത്തെ തരമുള്ളത് സ്റ്റിറോയിഡ് സ്പ്രേസ് ആണ്. സ്റ്റിറോയിഡ് 4 തരമുണ്ട്. ഇപ്പം പണ്ട് 4 തരമുണ്ട്. രണ്ടാമത്തെ പറഞ്ഞാൽ സ്റ്റിറോയിഡ് സ്പ്രേസ്. അതിൻ്റെ അകത്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, തുമ്മൽ അലർജി കുറഞ്ഞിരിക്കാൻ വേണ്ടി എന്നും ഉപയോഗിക്കുന്ന സാധനമാണ്. നാലാമത്തത് ആൻറ്റി ഹിസ്റ്റമിൻ സ്പ്രേസ്. നമ്മൾ ഗുളിക കഴിക്കുന്നതിന് വരെ തുമ്മുമ്പം സ്പ്രേ അടിച്ച് മൂക്കിൽ സ്പ്രേ അടിക്കുക, തുമ്മലിന് വേണ്ടിയാണ്. തുമ്മൽ വന്നു അടിക്കുക, തുമ്മൽ നിൽക്കാനായിട്ട്. മറ്റേത് മൂക്ക് തുറക്കാനായിട്ട്, തുമ്മൽ നിൽക്കാനാണ്. ഡീകൺജസ്റ്റൻ മൂക്ക് തുറക്കാനും മറ്റേ സ്പ്രേ അടിക്കുന്നത് തുമ്മൽ നിൽക്കാനായിട്ട്. നാലാമത്തെ വേരിയേഷൻ പറഞ്ഞാൽ കോമ്പിനേഷൻ സ്പ്രേസ് ആണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നത് പറഞ്ഞാൽ സ്റ്റിറോയിഡ് സ്പ്രേയുടെ കൂടെ ഡീകൺജസ്റ്റൻ സ്പ്രേസും കൂടെ കമ്പൈൻ ചെയ്ത് വരുന്നുണ്ട്. അതിന് ഗുണമുണ്ട് ദോഷമുണ്ട്. ഗുണം എന്താ പറഞ്ഞാൽ നല്ലൊരു മൂക്കടപ്പ് ഒരു അക്യൂട്ട് എപ്പിസോഡ് വന്ന സമയത്ത് കൊടുത്താൽ മൂക്കൊന്ന് തുറന്ന് കിട്ടും, സ്റ്റിറോയിഡിൻ്റെ എഫക്റ്റും കിട്ടും. 2 മരുന്ന് ഒഴിക്കേണ്ട, നമുക്ക് ഒറ്റ മരുന്നിൽ പോവാം. ദൂഷ്യഫലം എന്ന് പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ ഈ മൂക്ക് തുറക്കുന്ന സ്പ്രേകൾ കണ്ടിന്യൂസ് ആയി ഉപയോഗിക്കാൻ പാടില്ല. ഒരു 10 ദിവസം 14 ദിവസം കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മൂക്കിൻ്റെ തൊലിയിലായി നേരത്തെ പറഞ്ഞ സിലിയറി ഹെയർസ് ഡാമേജ് ആയി പോകും. ഹെയർസ് ഡാമേജ് ആയി പോകും. മാത്രമല്ല ഇത് നിർത്തുമ്പം നേരത്തെക്കാളും നല്ല സ്ട്രോങ് ആയിട്ട് മൂക്കടപ്പ് വരികയും ചെയ്യും. അതുകൊണ്ട് കണ്ടിന്യൂസ് യൂസേജ് ഓഫ് ഈ പറഞ്ഞ ഡീകൺജസ്റ്റൻ്റെ സ്പ്രേസ്, നമ്മൾ ഫാർമസി സാധനം ഫ്രീ ആയി വാങ്ങിക്കാൻ കിട്ടുന്ന സാധനം ആണ് ഉപയോഗിക്കാൻ പാടില്ലാത്തത്. മൂക്കടപ്പുള്ളപ്പോൾ ഉപയോഗിച്ചാൽ പെട്ടെന്ന് റിലീഫ് കിട്ടുന്ന സ്പ്രേസാണ് കണ്ടിന്യൂസ് ഉപയോഗിക്കാം. സ്റ്റിറോയിഡ് സ്പ്രേസ് നമ്മൾ സാധാരണഗതിയിൽ 1 മാസം തൊട്ട് 6 മാസം വരെ റുട്ടീനായിട്ട് കൊടുക്കും. ചില കേസിൽ റെയറായിട്ട് 1 വർഷം 1.5 വർഷം കൊടുക്കാറുണ്ട്. പക്ഷേ അതിൻ്റെ ഡോസ് കൂട്ടം കുറയുകയും ചെയ്യും.
അലർജി സ്പ്രേസ് തുമ്മലുള്ള മാത്രമാണ്. ദാറ്റ് ഇസ് നോട്ട് ഫ്രീക്വൻലി യൂസ്, വല്ലപ്പോഴും മാത്രം യൂസ് സാധനം. ഓക്കെ. അതൊരു ആഡ് ഓൺ സാധനമാണ്. ദാറ്റ് ഇസ് വളരെ കുറച്ച് കമ്പനീസിന് കുറച്ച് മെഡിസിൻ മോളിക്യൂൾസേ ഉള്ളൂ. ദാറ്റ് വിൽ നോട്ട് കോസ്റ്റ് ദാറ്റ് മച്ച് ഓഫ് പ്രോബ്ലം. ഇതുപോലെ നമുക്കൊക്കെ കേട്ടിട്ടുണ്ട് ഇയർബഡ്സ് നമ്മളെ ചെവിക്ക് നല്ലതല്ല എന്നുള്ളത്. പക്ഷെ നമ്മളിപ്പോഴും ചെവിയിൽ കൊണ്ടുപോയിട്ട് ഇയർബഡ്സ് വെച്ച് നമ്മൾ ക്ലീൻ ചെയ്യും. അപ്പോൾ ഇയർബഡ്സ് നല്ലതല്ലെങ്കിൽ നമ്മളെല്ലാം മനുഷ്യന്മാർ നമ്മൾ ഇയർ എങ്ങനെ പിന്നെ ക്ലീൻ ചെയ്യേണ്ടത്? നമുക്ക് എല്ലാത്തിനും നമുക്ക് ഈ പറഞ്ഞ കണക്ക് കുറച്ച് കാലം പുറകോട്ട് പോകുന്നതാണ് നമുക്ക് എല്ലാം എളുപ്പം. നമ്മൾ ഒരു മനുഷ്യൻ ഈ ഇൻസ്ട്രുമെൻറ്റേഷൻ ഉണ്ടാക്കുന്നത്, ഇൻസ്ട്രുമെൻറ്റ്സ് പറഞ്ഞാൽ എന്തെങ്കിലും ഈ ഉപകരണങ്ങൾ ഉണ്ടാക്കിയത്. ഉപകരണം ഉണ്ടാക്കുന്നത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ് ഫസ്റ്റ് ഉപകരണം ഉണ്ടാക്കുന്നത്. അപ്പോൾ ഉപകരണം ഉണ്ടാക്കുന്ന റീസൺ ഭക്ഷണം കഴിക്കാൻ വേണ്ടി. എന്തുകൊണ്ടാണ് മനുഷ്യൻ്റെ ഡയറ്റ് ഈ പറയുന്ന പഴം ഇതിൽ നിന്നൊക്കെ മാറി ചെറിയ ഇൻസെക്ട്സ് ഒക്കെ കഴിച്ചു തുടങ്ങി വിശപ്പ് മാറുന്നില്ല. കുറച്ചുകൂടെ വലിയ സാധനം ഞാൻ കാർണിവോറസ് ആനിമൽസ്, ഞാൻ സിംഹം, പുലി തുടങ്ങിയ സാധനങ്ങൾ തിന്നിട്ട് ബാക്കി വരുന്നതന്നെ എല്ലിൻ്റെ അറ്റത്തുള്ള സാധനങ്ങൾ ചെത്തിയിട്ട് തലയോട്ടി പൊട്ടിച്ച് മജ്ജ എടുത്ത് തിന്നായിരുന്നു. അതിനാണ് ഫസ്റ്റ് ഇൻസ്ട്രുമെൻസ് ഉണ്ടാകുന്നത്. അത് ഈ പറയുന്ന ഹോമോ ഹാബിലിസ് ആണ്. ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞിട്ട് ഹോമോ സാപ്പിയൻസ് മുമ്പെയുള്ള ഹോമോ ഹാബിലിസ് എന്ന് പറഞ്ഞൊരു ഒരു ഗ്രൂപ്പ് ഓഫ് മനുഷ്യരാണ് അത് ഉണ്ടാക്കിയത്. ദാറ്റ് ഈസ് അറൗണ്ട് 2 million years ബിഫോർ ഉണ്ടാക്കിയത്. അതിനു മുമ്പേ മനുഷ്യൻ്റെ കൈയുണ്ട്, കാലുണ്ട്. നമ്മളെ ചെറുവിരൽ പോലും ചെവിക്കകത്ത് കയറില്ല, മൂക്കിൻ്റെ അകത്ത് കയറില്ല. ദേ ആർ ബിൽഡ് നോട്ട് ടു ക്ലീൻ. ഓക്കെ, മനസ്സിലായില്ലേ? നമ്മൾ ക്ലീൻ ചെയ്ത് ഉണ്ടാക്കിയതല്ല. നമ്മൾ സാധനം ഉണ്ടാക്കി ഓരോ മോഡിഫൈ നമ്മൾ കൈ കൊണ്ട് മോഡിഫൈ തുടങ്ങിയപ്പോഴത്തേക്കാണ് നമ്മൾ ചെവിയിൽ ഓരോന്നും ചെയ്യാൻ തുടങ്ങിയത്. സോ ഇറ്റ് ഈസ് നോട്ട് ബിൽഡ്. നമ്മൾ ചെവി ക്ലീൻ ചെയ്യാൻ പാടില്ല. ചെവിക്കകത്ത് ചെവി എന്ന് പറയുന്നത് ഒരു ഈ പറഞ്ഞ ഇയർ എക്സ്റ്റേണൽ ഇയർ എന്ന് പറഞ്ഞാൽ നമ്മൾ തൊലിയാണ് കവർ ചെയ്യുന്നത്. സാധാരണ തൊലി. അത് ആദ്യത്തെ കുറച്ച് ഭാഗത്ത് നമ്മുടെ മുഖത്തുള്ള മുടിയൊക്കെ ഉണ്ട്, അകത്തോട്ടുള്ള തൊലിക്ക് മുടി പോലും ഇല്ല. പിന്നെ ഇയർ ഡ്രമ്മാണ് ഉള്ളത്. അത് നാച്ചുറലി വെളിയോട്ട് വരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ചവയ്ക്കുന്ന മെക്കാനിസവും ഈ തൊലിയുടെ മൈഗ്രേഷൻ മെക്കാനിസത്തിൽ വെളിയിൽ വരും. നമ്മളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അത് വന്ന് ബ്ലോക്ക് ആവുന്ന, വാക്സ് കൊണ്ട് ബ്ലോക്ക് ആവുന്നത് അതൊരു ആക്ച്വലി രോഗമാണ്. ഓക്കെ, ഇറ്റ് ഇസ് നോട്ട് എ നാച്ചുറൽ പ്രോസസ്. വാക്സ് ഫോർമേഷനും വാക്സും അടയുന്നതും ഒരു രോഗമാണ്. സോ ഇറ്റ് ഈസ് ടു ബി റിമൂവ്ഡ് ബൈ someone who knows how to do it. ഓക്കെ, നിങ്ങൾ തന്നെത്താൻ ചെയ്യുന്നത് നമ്മളെ ഓരോ ശീലങ്ങളുടെ പാർട്ടായി വന്നതിൽ നമ്മൾ ചെയ്യുന്നതാണ്. ഓക്കെ. ഈ ക്യൂട്ടിപ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നത്, ഈ കോട്ടൺ ടിപ്സ് കണ്ടുപിടിക്കുന്നത് ഇൻ 1902 ആ ടൈമിലാണ്. അത് കുട്ടികളുടെ ചെവിയുടെ വെളിയിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടിയാണ് വെച്ച സാധനമാണ്. പുറം ക്ലീൻ ചെയ്യാനായിട്ട്, വെളിയിൽ എന്തെങ്കിലും അഴുക്കുണ്ടെങ്കിൽ ക്ലീൻ ചെയ്യാൻ വേണ്ടി. ഇറ്റ് വാസ് നോട്ട് ബിൽഡ് ഫോർ ക്ലീനിങ് ഇൻസൈഡ് ഇയർ. ഈ കുട്ടികളിൽ വരെ ആളുകൾ ഈ ബഡ്സ് വെച്ച് ക്ലീൻ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നോട്ട് ടു ഡു ഇറ്റ് വിൽ ഗോ. നമ്മൾ കുളിക്കുന്നു, എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. നമ്മൾ കുളിച്ച് കഴിഞ്ഞാൽ ചെവിക്കകത്ത് വെള്ളം എത്ര ദിവസം നിൽക്കുന്നുണ്ട്? ഹാർഡ്ലി വെള്ളം കയറാറുണ്ട്, വല്ലപ്പോഴും കയറും. അത് നമ്മളൊന്ന് തല ഉണ്ടാക്കി പോകും. സോ നമ്മൾ മനപ്പുറം ചെയ്തില്ലെങ്കിൽ ചെവിക്കകത്ത് വെള്ളം കയറാൻ കുറച്ച് പാടാണ്. ഇതിപ്പോൾ എനിക്ക് മാത്രമുള്ള പ്രശ്നമോ അല്ലെങ്കിൽ എല്ലാവരും സംഭവിക്കുന്നത് എനിക്ക് അറിയില്ല. എവിടെ എന്തെങ്കിലും പ്രാണി വന്നു കഴിഞ്ഞാൽ അത് എപ്പം എൻ്റെ ചെവി പോകുന്നൊരു പ്രശ്നമുണ്ട്. അതായത് ഞാൻ ട്രാവൽ ചെയ്ത് ഹെൽമെറ്റ് വെച്ച് വണ്ടി ഓടിക്കുമ്പോൾ പോലും ഹെൽമെറ്റ് ഉള്ളിൽ കൂടെ വന്ന് പ്രാണി ചെവിയിൽ കയറുന്നൊരു പ്രവണതയുണ്ട്. അങ്ങനെ ചെവിയിൽ എന്തെങ്കിലും നമ്മൾ ഇൻസെക്ട്സോ പ്രാണികളോ എന്തെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡ് പോലെ നമ്മൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഭയങ്കര വലിയ അസ്വസ്ഥതയാണല്ലോ. അതൊരു അസ്വസ്ഥത തന്നെയാണ് ട്രൂലി. അത് ബേസിക്കലി ബൈക്ക് ഓടിക്കുമ്പോഴാണ് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത്. പിന്നെ നമുക്ക് പണി തുടങ്ങുന്നത് രാത്രി കിടന്നുറങ്ങുമ്പോൾ. നമ്മൾ കിടന്നുറങ്ങുമ്പോൾ നമ്മൾ അനക്കമില്ലായിരിക്കുമ്പോൾ സാധനം കയറി നമുക്ക് ഇത് കയറിപ്പോയി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അവിടെ നല്ലൊരു വാളുണ്ട്. അൺലെസ് യു ഹാവ് എ ഹോൾ, ചെവിയിൽ ഇയർ ഡ്രമ്മിൽ ഹോളില്ലെങ്കിൽ നല്ലൊരു വാളുണ്ട്. ആ വാൾ ക്രോസ് ചെയ്ത് ഈ സാധനം പോകില്ല. അപ്പോൾ തലച്ചോറി പോകുന്ന കൊണ്ട് ധാരണ ഉണ്ട് ആൾക്കാർക്ക്. ചെവി കൂടെ കയറി അപ്പുറത്ത് ഇറങ്ങി കാപ്പിടി കണ്ടിട്ട് അങ്ങനെ സംഭവിക്കില്ല. അത് അവിടെ നിൽക്കും. നല്ല വാളാണ്, സ്ട്രോങ് വാളാണ്. അപ്പോൾ നമ്മൾ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് വെളിച്ചം കാണിച്ചു കൊടുക്കുക, ടോർച്ച് അടിച്ചു കൊടുക്കുക. ഓക്കെ, വെളിച്ചം കാണുമ്പോൾ തന്നെ വളരെ ചെറിയ പ്രാണിയാണെങ്കിൽ ഇറങ്ങി പോകോളും. ഓക്കെ, സിമ്പിൾ സാധനം അതാണ്. ഒന്ന് വെയിറ്റ് ചെയ്യുക. ഉറുമ്പ് പോലത്തെ സാധനങ്ങൾ, ചെറിയ പ്രാണികളൊക്കെ ഇറങ്ങിപ്പോഴും. കുറച്ച് സ്റ്റക്കായ പ്രാണികളാണെങ്കിൽ അതോടൊപ്പം വെള്ളം ഉണ്ടാകും, പെയിനാകും. അപ്പോൾ നമുക്ക് എളുപ്പമുള്ള വെള്ളം എന്തെങ്കിലും ഒഴിച്ച്, എണ്ണ എന്തെങ്കിലും ഒഴിച്ച് അത് അവിടെ ചാവും. വീട്ടിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എളുപ്പം അതാണ്. ഓക്കെ. ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മൾ മരയിപ്പിക്കണ മരുന്നുണ്ട്. അപ്പോൾ ചെവിയിൽ മരയിപ്പിക്കുകയും ചെയ്യും, ഈ പ്രാണി ചാവുകയും ചെയ്യും. ചത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ എടുക്കാതെ. ഓക്കെ. കൊല്ലാൻ വേണ്ടി എളുപ്പം വെള്ളം അല്ലെങ്കിൽ എണ്ണ ഒഴിച്ച് അതങ്ങ് ചാവും. പിന്നെ പോയി സാവകാശം പോയി കാണിച്ചാൽ മതി എടുക്കാൻ. ചത്ത് കഴിഞ്ഞാൽ പാടില്ലല്ലോ. ഓക്കെ. പിന്നെ ചത്തിട്ട് പോകാതിരിക്കരുത് ഡോക്ടറെ അടുത്ത്. അതവിടെ നിന്ന് പഴുത്ത് പ്രശ്നമാവും. പലരും വരാറുണ്ട് അങ്ങനെ. ചത്ത് കഴിഞ്ഞിട്ട് അവിടെ ഇരിക്കും, ചത്തു അരക്കൊന്നുമില്ല, പിന്നെ അവിടെ ഇരിക്കട്ടെ വിചാരിക്കും. പിന്നെ ചെവി പഴുത്ത് ഫംഗസ് ഇൻഫെക്ഷൻ എല്ലായിടത്തും, എല്ലാ ഇൻഫെക്ഷൻ എടുത്ത് പിന്നെ IV ആൻറ്റിബയോട്ടിക് എടുത്താണ് ശരിയാകുന്നത്. ആഴ്ചകളിൽ പേഷ്യൻസ് വന്നിട്ടുണ്ട്. നമ്മളുടെ ഒരു കൊളീഗ് ഉണ്ടായിരുന്നു. അപ്പോൾ കൊളീഗിൻ്റെ മോൾക്ക് 3 വയസ്സുള്ളൂ. അവളുടെ സ്ഥിരം ഹാബിറ്റ് എന്ന് പറഞ്ഞാൽ അവൾ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചെവിയിൽ
ഉള്ളിലിടും. അത് ഈ കുറ്റി പെൻസിലൊക്കെ ഇല്ലേ, ആ പെൻസിൽ എന്ത് കിട്ടിയാലും അവൾ ചെവിയിലേക്ക് തോണ്ടും, അത് അവിടെ ഇടും. അതിനൊരു ദിവസം ഇവളുടെ സ്ലേറ്റ് പെൻസിൽ വെച്ചിട്ട് ഇവള് ചെവിയിൽ തോണ്ടി ആ സ്ലേറ്റ് പെൻസിലകത്തേക്ക് പോയി ചെവിയുടെ, അത് പിന്നെ കിട്ടുന്നില്ല. അപ്പോൾ ഇവർ ഹോസ്പിറ്റലിൽ ഡോക്ടറിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് ഡോക്ടർ സ്ലേറ്റ് പെൻസിൽ എടുത്തുള്ള ചെവിയിൽ നിന്ന് അല്ലാതെ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ചെവിയിൽ കൊണ്ടുവരുന്നത്. ഇതുപോലെ ഡോക്ടറിൻ്റെ ഒരു കരിയറിലെ ഇതുപോലെ ചെവിയുടെ ഉള്ളിൽ നിന്ന് ഇത്തരം സാധനങ്ങൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? ചെവിയോട് പല സാധനവും കിട്ടിയിട്ടുണ്ട്. ഈ പറയുന്ന പെൻസില്, റബ്ബർ, തെർമോക്കോള് ഒക്കെ കോമൺ ആയി കാണുന്ന സാധനങ്ങൾ. ഇൻട്രസ്റ്റിംഗ് ആയി കണ്ട സാധനം ഇതുണ്ടോ, ഡയമണ്ട് കമ്മലിൻ്റെ സാധനം, ഡയമണ്ട് സാധനം ചെവിക്കകത്തിരിക്കുകയായിരുന്നു. ആണോ? ഈ ഡയമണ്ട് ഒക്കെ അപ്പോൾ ചെവി പോയി കഴിഞ്ഞാൽ അല്ല, ഒന്നും സംഭവിച്ചില്ല. ഡയമണ്ട് ആണോ പേളോ അങ്ങനത്തെ എന്തോ സാധനം, ഓക്കെ അതെടുക്കുക, അതെടുക്കാണ്ടായിരുന്നു. ഇത് ഇട്ട് കുറേ നാൾ കഴിയുമ്പോഴേ അതിനൊരു വലിയ ഡാമേജ് ഉണ്ടാവാൻ ഇയറിന് സാധ്യതയില്ലേ? അതുണ്ട്. അതൊക്കെ നമ്മൾ ഓർഗാനിക് സാധനങ്ങൾ പറയും, പയർ, കുരുക്കളൊക്കെ ആണ് ചെവി ഇരിക്കണമെന്നുണ്ടെങ്കിൽ അത് അവിടെ ഇരുന്നിട്ട് ഡാമേജ് ഉണ്ടാക്കും. ബാറ്ററി അതൊക്കെ ഡാമേജ് ഉണ്ടാക്കും. അല്ലാത്ത സാധനങ്ങൾ അവിടെ ഇരുന്ന് യൂഷ്വലി ഡാമേജ് ഒന്നും ഉണ്ടാക്കാറില്ല. വാക്സ്, അതിൻ്റെ ചുറ്റും വാക്സ് അക്യുമുലേറ്റ് ചെയ്ത് വാക്സ് ഇങ്ങി പോരും, വാക്സിൻ്റെ കൂടെ ഇങ്ങി പോരും. പിന്നെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഈ ചെവിയിലെ ഫോർ ബോഡീസ് എമർജൻസി അല്ല. നമ്മൾ ഈ രാത്രി ഓടിപ്പോയി ഡോക്ടറെ കണ്ടുപിടിച്ച് എമർജൻസി ചെയ്യണം, ആ എമർജൻസി ഇല്ല. രാവിലെ സമാധാനമായിട്ട് എടുത്താൽ മതി, അതിലൊരു എമർജൻസിയും ഇല്ല. അവിടെ എടുത്ത് ഇതൊന്നും ചെയ്യത്തില്ല. ഈ പ്രാണിയാണെങ്കിൽ കൊന്ന് അതിനെ വെള്ളം ഒഴിച്ച് കൊല്ലുക, എമർജൻസി ഇല്ല ചെവിയിലെ സാധനം. പിന്നെ ചില സമയത്ത് നമ്മൾ ചില ഫോർ ബോഡി എടുക്കാൻ സെഡേഷനൊക്കെ കൊടുത്തെടുക്കുന്നതാണ് സേഫ്. ഓക്കെ, ഇഞ്ചുറി വരാതിരിക്കാണ് സെഡേഷനിൽ എടുക്കുന്നതായിരിക്കും സേഫ്. ഓക്കെ. നമ്മളിപ്പോൾ എല്ലാവരും ഹെഡ്ഫോൺസ് വെച്ച് ഫോൺ യൂസ് ചെയ്യുന്ന ആളുകളാണ് അല്ലേ? നമ്മൾ സംസാരിക്കാനാണെങ്കിലും പാട്ട് കേൾക്കാനാണെങ്കിലും നമ്മൾ ഉയർന്ന ശബ്ദത്തിൽ പാട്ട് കേൾക്കുന്നത് ചെവിയിൽ ഹെഡ്ഫോൺസ് വെച്ചിട്ട് നല്ലതല്ലെന്ന് നമ്മൾ പണ്ട് തൊട്ടേ കേൾക്കുന്നതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു ഐഡിയൽ വോളിയം നമ്മളുടെ ഇയറിന് കേൾക്കാൻ പറ്റുന്നത് എങ്ങനെയാണ് സജസ്റ്റ് ചെയ്യുക? നമ്മളെങ്ങനെ അറിയുക? ഇപ്പം റീസെൻ്റ്ലി നമുക്കൊരു ഗൈഡ് ലൈൻ പോലെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മളെങ്ങനെ എത്ര ഉപയോഗിക്കണം എന്നുണ്ടായിരുന്നു. ഒരു 60% പറയുന്നത്. ഓക്കെ. നമ്മളുടെ സാധാരണ മൊബൈൽ ഫോണിലോ ഇതിലോ ഉപയോഗിക്കുന്ന സാധനത്തിൽ 60% ഫോർ 60 minutes എ ഡേ ആണ് യൂസേജ് ടൈം. ഓക്കെ. അതിൽ കൂടുതൽ യൂസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ കൂടുതൽ യൂസ് ചെയ്യണമെങ്കിൽ ദ വോളിയം ഷുഡ് ബി റെഡ്യൂസ് മച്ച് ലോവർ ദാൻ ദാറ്റ്. 30% 40% വെച്ചാൽ യു ക്യാൻ യൂസ് ഫോർ ലോങ്ങർ ഡ്യൂറേഷൻ. ഓക്കെ. ഇതിപ്പം നമ്മൾ വിചാരിക്കും കേൾവിക്കുറവ് വരുന്ന പ്രായമായ ആൾക്കാർക്കാണ്. നൗ വി ആർ സീയിങ് ഹിയറിംഗ് ലോസ്. ഈ സെൻസറി ന്യൂറൽ പറയും, ഞരമ്പിൻ്റെ കേൾവിക്കുറവ്. ഈവൻ വിത്ത് ഹു ആർ 30s 35 ഇതിലൊക്കെ ആൾക്കാർ കാണുന്നുണ്ട് കേൾവിക്കുറവ്. ഇത് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ കേൾവിക്കുറവ് ഇത്ര ആയിക്കഴിയുമ്പം ഈ പറയുന്ന ചില സോർട്ട് ഓഫ് സ്പീച്ച് മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ട് വരുന്നുണ്ട്. നമുക്ക് ഹിയറിംഗ് എയ്ഡ് കൊടുക്കാനും പറ്റില്ല. ഹിയറിംഗ് എയ്ഡ് കൊടുത്താലും അത് ശരിയാവുന്ന ലെവലല്ല. ആ ഒരു ഡയലമ ഉള്ള സ്ഥലം. ബിക്കോസ് നമുക്ക് വലിയ കേൾവിക്കുറവില്ല, എന്നാൽ കേൾവിക്കുറവുണ്ടെന്നാലും. സോ ദർ ഇസ് എ ട്രീറ്റ്മെൻറ്റ് ഡയലമ ഹാപ്പനിങ് ദർ. ഓക്കെ. അവർക്ക് ഹിയറിംഗ് എയ്ഡ് പ്രോപ്പറായി കൊടുക്കാനും പറ്റില്ല. കൊടുക്കണം, പക്ഷേ വളരെ ഹൈ എൻഡ് ഹിയറിംഗ് എയ്ഡ്സ് കൊടുക്കാൻ പറ്റും. വളരെ ചില ഫ്രീക്വൻസി മാത്രമേ കേൾവിക്കുറവ് കാണത്തുള്ളൂ. പക്ഷേ അപ്പോൾ അവർക്ക് ചില പറയുന്ന വാക്കുകൾ മാത്രം കേൾക്കാതിരിക്കും. ഓക്കെ. അപ്പോൾ അതിന് നമുക്ക് അതുപോലത്തെ ഹിയറിംഗ് എയ്ഡ്സ് കൊടുക്കണം വിത്തൗട്ട് കോസിങ് മച്ച് ഡാമേജ് ടു ദ ഹിയർ. ഇപ്പം സൗണ്ട് കൂടിയിട്ടാണല്ലോ ഡാമേജ് വന്നത്. പിന്നെയും ഹിയറിംഗ് എയ്ഡിൽ നമ്മൾ എന്താ ചെയ്യുന്നത്, സൗണ്ട് പിന്നെയും കൂട്ടി കൊടുക്കുകയാണ്. സൗണ്ട് പിന്നെയും ഒരാൾ കൂട്ടി കൊടുക്കാനും പാടില്ല. സോ ദർ ഇസ് എ ട്രീറ്റ്മെൻറ്റ് ഡയലമ ഹാപ്പനിങ് ദർ. ഓക്കെ. ഡയലമ നമുക്ക് കൺഫ്യൂഷൻ വാട്ട് ടു ഡു. എല്ലാവർക്കും കൊടുത്താൽ വാട്ട് വിൽ ബി ദ റിസൾട്ട്. ഇറ്റ്സ് എ ന്യൂ ഡിസീസ് വിച്ച് ഇസ് ആക്ച്വലി ഹാപ്പനിങ്. ന്യൂ ഡിസീസ് എന്ന് പറഞ്ഞാൽ ഈ പണ്ട് നമ്മൾ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, നോയ്സ് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കാണ് വന്നിരുന്നത്. അപ്പോൾ അവർക്ക് നോയ്സ് ക്യാൻസലേഷനൊക്കെ കൊടുക്കാമായിരുന്നു. സാധനം ഹെഡ്ഫോൺസ് ഹെഡ്സെറ്റ് കൊടുത്തിരുന്നു ചെയ്തു. പക്ഷേ ഇന്നിപ്പോൾ അതല്ല. ഇന്നിപ്പോൾ എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണുണ്ട്, എല്ലാവരുടെ കയ്യിലും ഇയർബഡ്സ് ഹെഡ്ഫോൺസ് ഉണ്ട്. എല്ലാവർക്കും ഡെമോക്രറ്റൈസ് ചെയ്തപ്പോഴത്തേക്ക് അല്ലെങ്കിൽ വന്നപ്പോഴത്തേക്കുള്ളൊരു ഡീസെൻട്രലൈസ് ചെയ്ത പോലത്തെ ഒരു സാധനമാണ്. അപ്പം എവരി വൺ ഹാസ് ദ ചോയ്സ് ടു യൂസ് അറ്റ് എനി വോളിയം. എല്ലാവർക്കും ആ ഒരു ഡാമേജ് വരുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു. ആൻഡ് വി ആർ ഫൈൻഡിങ് സൊല്യൂഷൻസ് ടു ഇറ്റ്. ഓക്കെ. നോട്ട് 100%. ഓക്കെ. ഇനി നമ്മളെല്ലാവരുടെയും ശബ്ദം 7 വർഷം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞാനിങ്ങനെ ഒരു റിവ്യൂ അതിൽ വായിച്ചിരുന്നത്. അതായത് അത് സത്യമാണോ? അതായത് നമ്മൾ പോലും അറിയാതെ നമ്മളുടെ സൗണ്ട് 7 വർഷം കൂടുമ്പോൾ മാറുന്നുണ്ടോ? എനിക്ക് വർഷക്കണക്കൊന്നും അറിയില്ല. ബട്ട് ദർ ഇസ് ഡെഫിനറ്റ്ലി ചേഞ്ച് ഇൻ വോയിസ്. നമ്മളുടെ ഏജിങ്ങിൻ്റെ ഇതായിട്ട് നമ്മുടെ ലാരിങ്സിൻ്റെ പൊസിഷൻ, ലാരിങ്സ് താഴോട്ട് വരിക, ലാരിങ്സിൻ്റെ മസിൽസ് വീക്കാവുക, അതെല്ലാം ചേഞ്ച് വരും. അതേപോലെ തന്നെ നമ്മളുടെ തൊണ്ടയ്ക്കകത്തുള്ള മൊത്തം സ്ട്രക്ചേഴ്സ്, അതിൻ്റെ സൈസ് കൂടുക കുറയുക, അതെല്ലാം വിൽ ചേഞ്ച് ചെയ്ത്. ഇപ്പം നമ്മൾ തടി വയ്ക്കുമ്പോഴും തടി കുറയുമ്പോഴും സൗണ്ട് ചേഞ്ച് ചെയ്യും. ദർ ക്യാൻ ബി ചേഞ്ചസ് ഇൻ വോയിസ്. പിന്നെ ഇപ്പം ഏജിങ് ഈസ് ബിഗ്ഗസ്റ്റ്. ഏജ് ചെല്ലും തോറും നമ്മൾ ആദ്യം ഉണ്ടായിരുന്ന മസിൽ സ്ട്രെങ്ത് അല്ല. വെൻ യു ആർ ഇൻ 20s and 30s വെൻ യു ആർ 40s 50s 40s 50s വെൻ യു ആർ 70s 60s 70s ഇറ്റ് ഗോസ് ഡൗൺ.
പഴയ അമിതാജിൻ്റെ സൗണ്ട് അല്ല ഇപ്പോഴത്തെ അമിതാജിൻ്റെ സൗണ്ട്. അതെ 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 സെയിം. അതുപോലെ ഇപ്പോൾ ചില എൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ട്, ഇപ്പോൾ ചില ആളുകളുണ്ട്, അതായത് ഒരു 4-5 കിലോമീറ്റർ അപ്പുറമുള്ള മണം പോലും അവർ ഇവിടെ ഇരുന്ന് കണ്ടുപിടിക്കുമെന്ന് പറയുന്ന പോലെ, അത് ചില ആളുകൾക്ക് ഈ മണം കണ്ടുപിടിക്കാനുള്ള കഴിവ് ഭയങ്കര കൂടുതലായിരിക്കും. ചില ആൾക്കാർക്ക് അടുത്ത് വന്നിരുന്നാലും ആ മണം ചിലപ്പോൾ കണ്ടുപിടിക്കാൻ പറ്റണം എന്നില്ല. ഇതിങ്ങനെ ആളുകളാൽ പേഴ്സൺസ് ടു പേഴ്സൺസ് ഇതെങ്ങനെയാണ് വേരി ചെയ്യുന്നത്? മണത്തിൻ്റെ ഞരമ്പാണ് തലച്ചോറിലെ ഫസ്റ്റ് ബ്രെയിനിൽ ഓക്കെ ഫസ്റ്റ് നെർവ് തുടങ്ങും. അത് എവിടെ ഇരിക്കുന്നത്? നമ്മളെ തലച്ചോറ് മൂക്കിൻ്റെ ജംഗ്ഷനിലാണ് ഇരിക്കുന്നത്. അപ്പം മൂക്ക് ഇവിടെ ഇരുന്നത് കാറ്റിവിടെ കയറി ഇവിടെ എത്തണമല്ലോ. അപ്പം മൂക്കിലെ കാറ്റ് പോകുന്നത് ഈ പറഞ്ഞ സ്ട്രെയിറ്റ് ആയിട്ട് പോകും, പിന്നെ കുറേ വളഞ്ഞ് തിരിച്ച് ടർബുലൻസ് വന്നിട്ടാണ് പോകുന്നത്. മൂക്കിൻ്റെ അനാറ്റമി വെച്ചിട്ടാണ് അതിൻ്റെ അനാറ്റമി എന്ന് വെച്ചാൽ മൂക്കിൻ്റെ സ്ട്രക്ചർ ഘടന വെച്ചിട്ടാണ്. രണ്ടുപേരെ മൂക്ക് ഒരുപോലത്തെ സ്ട്രക്ചർ ആയിരിക്കില്ല. അപ്പം ബേസിക്കലി അതിൽ മൂക്കിൻ്റെ പല ഹൈ ഡീവിയേഷൻ ഉണ്ടെങ്കിൽ മൂക്കിലെ ടർബുലൻസ് ചിലപ്പം സുപ്പീരിയർ ടർബുലൻസ് ആണ്, സുപ്രീം ടർബുലൻസ് കാണും. അപ്പം അതൊക്കെ എല്ലാം അനാറ്റമൽ വേരിയേഷൻസ് ആണ്. ഈ അനാറ്റമൽ വേരിയേഷൻസ് കാണും. ദർ വിൽ ബി ലോട്ട് ഓഫ് ഈ എന്താ പറയുക ഫ്ലോ, അവിടെ എത്തുന്ന ഫ്ലോയിൽ വോളിയം വ്യത്യാസം വരാം. ഓക്കെ എമൗണ്ട് ഓഫ് എയർ ഗോയിങ് ദർ വ്യത്യാസം വരാം. പിന്നെ ഈ പറഞ്ഞ സെൻസിറ്റൈസ് ചെയ്യുന്നത്, പലതരം സ്മെല്ലുകൾ നേരത്തെ സെൻസിറ്റൈസ് ചെയ്യുന്നതും നമ്മൾ കൂടുതൽ അറിയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. ഓക്കെ എത്രത്തോളം വോളിയം കാറ്റ് ചെല്ലുന്നോ അത്രത്തോളം നമ്മൾ കൂടുതൽ മണം അറിയാൻ ചാൻസ് ഉണ്ട്. കുറച്ച് കാറ്റേ പോകുന്നുണ്ടെങ്കിൽ കുറച്ച് വോളിയമേ നമ്മൾ അറിയുള്ളൂ. ഇത് ഈ സ്മെല്ലിൻ്റെ പാർട്ടിക്കിൾ കോമ്പൗണ്ട്സ് പോയിട്ട് ആ തൊലിയിൽ പോയി ഒട്ടും, അതിൻ്റെ റിസപ്റ്റേഴ്സിൽ ഒട്ടിയിട്ടാണ് അത് സ്മെല്ലറിയുന്നത്. ഓക്കെ ആ റിസപ്റ്റേഴ്സ് നോർമൽ ആണെങ്കിൽ എയർ കൂടുതലിടുമ്പോൾ വീട്ടിൽ കൂടുതൽ ആ സ്മെൽ പാർട്ടിക്കിൾസ് ചെല്ലും. എയർ കുറവാണ് പോകണമെങ്കിൽ കുറച്ച് സ്മെൽ പാർട്ടിക്കിൾസ് പോകും. പിന്നെ ഈ പറഞ്ഞ കണക്ക് നമുക്ക് സ്ഥിരമായിട്ട് മൂക്കടപ്പുണ്ടായിരുന്ന ഒരാൾ, മൂക്ക് അടപ്പുള്ള ആൾക്ക് ഈ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണം പിന്നെ കുറയും. ഞാൻ നമ്മൾ പറയുന്നത് ഡിസ്യൂസ് അട്രോഫി എന്ന് പറയും. നമ്മൾ ഉപയോഗിക്കാത്ത സാധനങ്ങൾ കേടായി പോകും. മസിൽ സ്ഥിരം ഉപയോഗിക്കുന്നില്ല, മസിൽ കേടായി വേസ്റ്റിംഗ് വരും. സ്ഥിരം വയ്യാറുള്ള ആൾ കണ്ടിട്ടില്ലേ, അവർക്ക് മസിലൊന്നും കാണില്ല, മസിൽസൊക്കെ വേസ്റ്റ്. അതുപോലെ തന്നെ എപ്പോഴും മൂക്കൂടെ അല്ല ബ്രീത്ത് ചെയ്യുന്ന വായിക്കൂട്ടാണ് ബ്രീത്ത് ചെയ്യുന്ന ആൾ ഉണ്ടെങ്കിൽ അവരെ സ്മെൽ സെൻസേഷൻ കുറവായിരിക്കും. ആ റിസപ്റ്റേഴ്സിൻ്റെ എണ്ണവും കുറവാകും. വർക്ക് ചെയ്യാത്ത സാധനങ്ങൾ ഇത് യൂസ് ഇല്ല. അപ്പോൾ ഓക്കെ, ഇപ്പോൾ ഞാനും ഡോക്ടറും ഇവിടെ ഇരിക്കുന്ന എല്ലാവരും തുമ്മുന്നത് വളരെ സ്വാഭാവികമാണ് അല്ലേ? പക്ഷേ ഈ തുമ്മൽ ഈ പറഞ്ഞ പോലെ കണ്ടിന്യൂസ്ലി വളരെയധികം ഫ്രീക്വൻ്റ് ആയിട്ട് ഒരാൾ തുമ്മുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എത്രമാത്രം സീരിയസ് ആയിട്ട് ചിന്തിക്കണം, അല്ലെങ്കിൽ അത് എന്തെങ്കിലും സിമ്പിൾസ് കാണിക്കുന്നുണ്ടോ? തുമ്മൽ ഒരു സീരിയസ് രോഗത്തിന് സിഗ്നൽ അല്ല. തുമ്മൽ നമ്മൾ ഒരു ഡിഫൻസ് മെക്കാനിസമാണ്. നമ്മുടെ ഡിഫൻസ് മെക്കാനിസം നമ്മളെ ശരീരം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള സാധനമാണ് തുമ്മൽ. പക്ഷേ ചില സമയത്ത് ശരീരം, നമ്മൾ പട്ടിയെ കണ്ട നമുക്ക് ഒന്ന് കല്ലെടുത്ത് കാണിക്കാം പേടിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നമുക്ക് ഒന്ന് മാറിപ്പോവാം. നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്തു പോകും. ഇത് പട്ടിയെ കണ്ട കല്ലെറിഞ്ഞ് അത് ഓടിപ്പോളം വരെ നമ്മൾ ചെയ്യുന്ന റെസ്പോൺസാണ് ഈ അലർജി എന്നുള്ളത്. ഓക്കെ, ഇത് തുമ്മലൊന്നും ഞാൻ ഇനി എപ്പം കണ്ടാലും കണ്ടില്ലെങ്കിലും ഒക്കെ ഞാനത് ചെയ്യും. ഓവർ റെസ്പോൺസ്, ഹൈപ്പർ റെസ്പോൺസാണത് തുമ്മൽ. അല്ലാതായിട്ട് ഒരു അലർജി വന്നു, പട്ടി വന്നു അവിടെ, പിന്നെ ബഹളമാണ്. പട്ടിയെ കണ്ട മൊത്തം ബഹളമാണ് കാണിക്കുന്നത് അലർജി. അത് പഠിച്ചു വന്നു, ഞാൻ ഓവർ റിയാക്ട് ചെയ്യും, ഞാൻ ഇതാണ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നോട്ട് എ ഡിസീസ്. ഓക്കെ, അതൊരു ഹൈപ്പർ റെസ്പോൺസീവ്നെസ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഇൻഫെക്ഷൻ ഉണ്ടോ? ഇൻഫെക്ഷനൊന്നും ഇല്ല. തുമ്മൽ ഇൻഫെക്ഷൻ്റെ പാർട്ടായി വരാറുണ്ട്. ഇപ്പം കോൾഡിൻ്റെ പാർട്ടായിട്ട് തുമ്മൽ വരാം. പക്ഷേ അല്ലാത്തൊരാൾക്ക്, സ്ഥിരമായിട്ട് തുമ്മലൊരാൾ, അവർക്ക് ഈ പറഞ്ഞ പൊടിയടിക്കുമ്പോൾ തുമ്മൽ വരും, തണുപ്പടിപ്പിക്കുമ്പോൾ തുമ്മൽ വരും, അവർ ചില ചെടി എക്സ്പോസ് ചെയ്യുമ്പോൾ തുമ്മൽ വരും, മാങ്ങ കഴിച്ച തുമ്മൽ വരും, പൈനാപ്പിൾ കഴിച്ചാൽ വരാം. അവർക്ക് ചിലപ്പം അങ്ങനത്തെ ഉള്ള തുമ്മലാണ്. ബേസിക്കലി അലർജിക്ക് തുമ്മൽ എന്ന് പറയാം. അലർജി ഉണ്ടാവും. പിന്നെ ചില ആൾക്കാർക്ക് പെർഫ്യൂംസ്, ചില ഫുഡ് കഴിക്കുമ്പോൾ, എരിവ് കഴിക്കുമ്പം, അത് അലർജി അല്ല, അതൊരു ന്യൂറൽ തുമ്മലാണ്. വാസോമോട്ടോ റൈനൈറ്റിസ് അല്ലെങ്കിൽ ഗസ്റ്റേറ്ററി റൈനൈറ്റിസ് എന്നൊക്കെ പറയുന്നത് ഭക്ഷണവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തുമ്മൽ. ഓക്കെ, ചില ആൾക്ക് വെയിലടിക്കുമ്പോൾ തുമ്മൽ വരും. അത് ബോഡി എന്ത് സ്റ്റിമുലസിനെയും ബോഡി അത് തുമ്മലായിട്ട് ചിലപ്പോൾ വരാം. ഒരു പ്രിമിറ്റീവ് റിഫ്ലെക്സ് ആണ് തുമ്മൽ എന്ന് പറഞ്ഞത്. ജന്മനായുള്ള നമ്മൾ മനുഷ്യൻ പോലുള്ള മൃഗങ്ങൾക്കെല്ലാം വന്ന റിഫ്ലെക്സ് ആണ് തുമ്മൽ. മൂക്കിൽ വാൽവില്ലാത്ത എല്ലാ സാധനങ്ങൾക്കും വന്ന തുമ്മലാണ്. അപ്പോൾ ഈ തുമ്മൽ ഒരു റിഫ്ലെക്സ് ആണ്. അപ്പം അത് നമ്മുടെ ബോഡി പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി അത് ഭയങ്കര കൂടുതലായിട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഈ നമ്മൾ ചോക്ലേറ്റ് അധികം കഴിച്ചാൽ, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ സ്പൈസി ഫുഡ്സൊക്കെ നമ്മൾ ഒരുപാട് കഴിച്ച് കഴിഞ്ഞാൽ തുമ്മൽ വരാനുള്ള ചാൻസ് കൂട്ടുന്നുണ്ടോ? ഈ ഗസ്റ്റേറ്ററി റൈനൈറ്റിസ് അല്ലെങ്കിൽ വാസോമോട്ടോ റൈനൈറ്റിസ് ഉള്ളവർക്ക് ഈ എരിവിൻ്റെ അകത്ത് ക്യാപ്സസ് എന്ന് പറയും, മുളകിൽ ക്യാപ്സസ് ഏറ്റവും നല്ലൊരു സാധനമാണ്. അത് ക്യാൻ ഇൻഡ്യൂസ് സ്നീസിങ്. ഓക്കെ, തുമ്മലുണ്ടാക്കാം. ചോക്ലേറ്റ്സിൽ ചില കെമിക്കൽസിനും കോമ്പൗണ്ട്സും തുമ്മലുണ്ടാക്കാൻ പറ്റും. അത് നോട്ട് ദി വോളിയം ഓഫ് ഫുഡ്, അത് കുറച്ച് തന്നാലും അത് പ്രശ്നം ഉണ്ടാക്കും. ഓക്കെ, നമ്മൾ പക്ഷേ ഇതിന് ബേസിക്കലി ചെയ്യുന്നത്, നമുക്കിപ്പോൾ സാധനത്തിന് ഇത് അലർജി അല്ല, ഇത് ആക്ച്വലി ഇത് ന്യൂറലാണ്. ഈ സാധനം വരുന്നത് ന്യൂറൽ സാധനമാണ്, അലർജി അല്ല.
ന്യൂറൽ അലർജി സാധനങ്ങളാണ് വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പം വീറ്റ് അലർജി അല്ലെങ്കിൽ ഇപ്പം ഷെൽ ഫിഷ് അലർജി എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത് ദേഹം മൊത്തം വരുന്ന അലർജിയാണ്. പക്ഷേ മൂക്കിൽ വരുന്ന പോളൻസാണ്. പോളൻ വരാം. ഡസ്റ്റ് മൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉടുപ്പിലൊക്കെ ചെറിയ പ്രാണികളുണ്ടാവും. നമ്മളുടെ തൊലി ഇങ്ങനെ പൊളിഞ്ഞ് വീഴുന്നുണ്ട്. ആ തൊലിയിൽ തിന്നിട്ട് ആ ഭക്ഷണം കഴിച്ചാൽ അതിൻ്റെ എക്സ്ക്രീറ്റ, അതിൻ്റെ മലം ആണ് നമുക്കുണ്ടാവുന്ന അലർജൻ ഉണ്ടാകാൻ. അപ്പം അതൊക്കെയാണെങ്കിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റും. സ്കിൻ ടെസ്റ്റ് ഉണ്ട്. നമ്മുടെ കയ്യിൽ കുറേ 19 ടെസ്റ്റിംഗ് ചെയ്ത് നമുക്കറിയാം ഇത് ഏത് കാരണമാണ് നമുക്ക് അലർജി വന്നതെന്ന്. എന്നിട്ട് നമുക്ക് ഒന്നിൽ അവോയ്ഡ് ചെയ്യാം അലർജി. ഇപ്പം ഡസ്റ്റ് മൈറ്റ് അലർജി എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? എളുപ്പമുള്ള കാര്യമാണ്. നമ്മൾ വീട്ടിൽ തലേണ, ബെഡ്ഷീറ്റ്, ഇടുന്ന തുണി 78 മണിക്കൂറാണ് മാക്സിമം ഉണ്ടായി. 48 മണിക്കൂറിൽ നമ്മൾ കിടക്കുന്ന സ്ഥലത്തുനിന്ന് വാഷ് ചെയ്യാൻ ഇട്ടിരിക്കണം. വാഷ് ചെയ്യണം. അതായത് 3 ദിവസം. വിത്ത് 3rd ഡേ പാടില്ല. തേർഡ് ഡേ അത് വാഷ് ചെയ്ത് കഴിഞ്ഞിരിക്കണം. ഫസ്റ്റ് സാധനം ഇത് ഇൻക്ലൂഡ് ബെഡ് പില്ലോസിൻ്റെ ഷീറ്റ്. ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അത് ആണ് ഞാൻ സൈക്കിൾ ബ്രേക്ക്. ഇതിൻ്റെ ആ ഒരു സൈക്കിൾ ബ്രേക്ക് ഇത് 72 hours യൂഷ്വലി അത് ഈ എക്സ്ക്രീറ്റ ഫോം ചെയ്യുന്നത്. ആ സാധനം നമുക്ക് കളയാൻ പറ്റില്ല. തിളപ്പിച്ചാലും പിന്നെയും വരും അത് ഡസ്റ്റ് മൈറ്റ്. അപ്പം നമുക്കതങ്ങനെ ബ്രേക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ എണീറ്റ് ഉടനെയുള്ള കോൾഡ് എക്സ്പോഷർ വരണയാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ചെരുപ്പ്, റബ്ബർ ചെരുപ്പ് വീട്ടിലിടുക. എണീറ്റ ഉടനെ നമ്മൾ ഈ പറയുന്ന ചെരുപ്പിലോട്ട് കാലെടുത്ത് വയ്ക്കുക. മുഖം കഴുകാനും പല്ല് വയ്ക്കാനും എല്ലാത്തിനും നമ്മൾ ചെറിയ വാം വാട്ടർ ഉപയോഗിക്കുക. വീട്ടിൽ കൺട്രോൾ ചെയ്യുക. പിന്നെ അനദർ തിങ് ഈ നമ്മളെ പെറ്റ്സൊക്കെയാണ്. അത് നമുക്ക് ചെക്ക് ചെയ്യുമ്പോൾ അറിയാൻ പറ്റും യു ഹാവ് അലർജി. അതൊക്കെയാണെങ്കിൽ വിൽ ഹാവ് ടു ഗെറ്റ് റിഡ് ഓഫ് പേഷ്യൻ്റ് തിങ്സ്. ഇതിപ്പോൾ ഡോക്ടർ പറഞ്ഞത് ഇതൊരു ഡിഫെൻസീവ് മെക്കാനിസമാണ് തുമ്മുന്നത് എന്ന് പറയുന്നത്. പക്ഷേ ഇത് തുമ്മൽ അധികമായി കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയത്തെ അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെയൊക്കെ മോശമായിട്ട് ബാധിക്കുമോ? തുമ്മലധികം ഇമ്മ്യൂണിറ്റി ഇല്ല എന്നല്ല, ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാൾക്കേ അത് വരുള്ളൂ. നല്ല ഇമ്മ്യൂണിറ്റി ഉള്ള ഒരാൾക്ക് തുമ്മൽ അത്രേ വരുള്ളൂ. അത് ബാധിക്കില്ല, ഹൃദയത്തിനെയും ബാധിക്കില്ല. പക്ഷേ ശക്തിയായ തുമ്മൽ ചില സ്ഥലങ്ങളിൽ പ്രശ്നമാണ്. ഒന്ന് അത് നമ്മുടെ ചെസ്റ്റിലെ പ്രഷർ കൂട്ടുന്നുണ്ട്. ചില ആൾക്കാർക്കത് നല്ലതല്ല. ഇപ്പോൾ ചെസ്റ്റിലൊക്കെ ഒരു ബുള്ള പോലത്തെ സാധനമൊക്കെ ഉള്ള ആൾക്കാർക്ക് നല്ലതല്ല. അതൊക്കെ റയർ ഡിസീസാണ്. പക്ഷേ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചെവിയാണ് വരുന്നത്. യൂഷ്വലി ആൾക്ക് ചുമ്മുമ്പോൾ മൂക്ക് പിടിച്ചിട്ട് തുമ്പും. അപ്പം ഭയങ്കര ഹൈ റിലീസ് വരുമ്പം ചെവിയിൽ ഹോൾ ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. ഇയർ ഡ്രം പൊട്ടാനുള്ള, ഇയർ ഡ്രം തിൻ പൊട്ടാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഇയർ സർജറീസ് കഴിഞ്ഞാൽ ഒട്ടും തന്നെ ചെയ്യാൻ പാടുള്ള സാധനമാണ് ഇങ്ങനെ മൂക്ക് പിടിച്ച് തുമ്മുന്ന പരിപാടികൾ. കണ്ണിലെ രക്തക്കുഴലുകൾ പൊട്ടാറുണ്ട്. ഒരു വലിയ സിവിയർ എപ്പിസോഡ് ഓഫ് തുമ്മൽ. മൂക്ക് പിടിച്ച് തുമ്മാൻ ഇല്ലെങ്കിലും നല്ല സിവിയർ സ്നീസിങ്ങിൽ വരാം. കണ്ണിലെ രക്തക്കുഴൽ പൊട്ടാറുണ്ട്. അതൊക്കെ ട്രീറ്റബിളാണ്. പക്ഷേ എന്നാലും പൊട്ടാറുണ്ട്. ദീസ് ക്യാൻ ഹാപ്പൻ. മൂക്കിൽ നിന്ന് ബ്ലീഡിങ് വരാം ഭയങ്കര തുമ്മലിന് ശേഷം. തലച്ചോറിലെ പ്രഷർ കൂടാം. പക്ഷെ അത് ടെമ്പററിയാണ്. അതൊക്കെ ഈ പറയുന്ന കണക്ക് ഒരു തലച്ചോറിലെ ഫ്ലൂയിഡ് ലീക്കുള്ള ഒരാൾക്കാണ് അത് കൂടുതൽ വരുന്നത്. ഗെറ്റ്സ് അഗ്രവേറ്റഡ്. അവർക്ക് റിപ്പയർ ഒക്കെ ചെയ്താൽ അത് നമ്മൾ സൂക്ഷിക്കണം. തുമ്മാൻ പാടില്ല. നമ്മൾ പറയും ചെവിയിൽ ഓപ്പറേഷൻ കഴിഞ്ഞാലോ ഈ CSF സർജറീസ് കഴിഞ്ഞാലോ അവർ തുമ്മാനൊന്നും പാടില്ല. അത് ഭയങ്കര റെസ്ട്രിക്റ്റ് ചെയ്യണം. അതുകൊണ്ട് മാത്രം നമ്മൾ അങ്ങനെ പറയുന്നത്.